പൊന്നാനി എഴുപത്തിരുത്തി എരിക്കമണ്ണ ദേശം ശ്രീ എണ്ണാഴിയിൽ ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഓഗസ്റ്റ് 17 രാവിലെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന കുറ്റിയടിക്കൽ കർമ്മത്തോടെയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഏകദേശം 200 വർഷം കാലപ്പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഭൗതിക സൗകര്യങ്ങളും ശ്രീലകത്തെ താന്ത്രിക ക്രിയകളും കൂടുതൽ വിപുലപ്പെടുത്തേണ്ടതിൻ്റെയും അഭിവൃദ്ധിപ്പെടുത്തേണ്ടതിൻ്റെയും ആവശ്യകത മുന്നിൽ കണ്ടാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. കാലാന്തരത്തിൽ ഭക്തിയുടെ കരുത്തുറ്റ ഇടമായി മാറിയ ഈ ഗ്രാമദേവതയുടെ സങ്കേതത്തെ പുനരുദ്ധാരണത്തിലൂടെ താന്ത്രിക ക്ഷേത്രാന്തരീക്ഷത്തിന്റെ ഭാഗമാക്കാൻ മുൻകൈയെടുക്കുന്നത് എണ്ണാഴിയിൽ ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിലാണ്. പുതിയ ക്ഷേത്രങ്ങളുടെ തറക്കല്ലിടൽ കർമ്മം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഓഗസ്റ്റ് 21 രാവിലെ നടക്കും. കുറ്റിയടിക്കൽ കർമ്മത്തിന് ക്ഷേത്ര ആചാരി സുകുമാരൻ, ക്ഷേത്ര ദൈവജ്ഞൻ പ്രശാന്ത്, ദേശ ആചാരി സുരേന്ദ്രൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് എണ്ണാഴിയിൽ മണി, ജനറൽ സെക്രട്ടറി ശശിധരൻ എരിക്കമണ്ണ, ട്രഷറർ PA ഗംഗാധരൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ VP ബാലകൃഷ്ണൻ, സുധീഷ് എണ്ണാഴിയിൽ, ഷറഫുദ്ദീൻ വലിയകത്ത്, പുതുക്കുടി ശ്രീരാജ്, വിഷ്ണു എണ്ണാഴിയിൽ, ദീപു എണ്ണാഴിയിൽ, രജീഷ് എണ്ണാഴിയിൽ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി അഭ്യർത്ഥിച്ചു. ശ്രീ എണ്ണാഴിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. അതിൻ്റെ കുറ്റിയടി കർമ്മങ്ങൾ തന്ത്രി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ക്ഷേത്രം എത്രയും ഭംഗിയായി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോഴുള്ള ഭരണസമിതിയുടെ തീരുമാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങളാണ് എല്ലാ ഭക്തജനങ്ങളുടെയും നമുക്ക് കിട്ടുന്നത്. എണ്ണാഴിയിൽ ഭഗവതി ക്ഷേത്രം പുരാതനമായിട്ട് ഇവിടുത്തെ കർമ്മങ്ങൾ നടത്തി വന്നിരുന്നത് എൻ്റെ പിതാമഹനായിട്ടുള്ള ശ്രീ പുതുക്കുടി ഗോപാലൻ, പിന്നെ പുതുക്കുടി ശങ്കരൻ അവരുമാണ്. അവർ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശക്തിവൈഭവമുള്ള ഒരു ദൈവീകലയാണ് ഇവിടെ കുടികൊള്ളുന്നത്. അത് തേറമ്പത്ത് കളരിയിൽ നിന്ന് ഇവിടുത്തെ ഒരു പിതാമഹനായിട്ടുള്ള കർപ്പായി എന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഭഗവതി ഇവിടെ വന്നു. ഇവിടെ ഇന്ന് ക്ഷേത്രത്തിൻ്റെ തറ നിലനിൽക്കുന്ന ഒരു മണിക്കിണർ അതിൻ്റെ അടിയിലുണ്ടെന്ന് പറയുന്നു. ആ മണിക്കിണറിൻ്റെ മേലെയാണ് ആ ശക്തി ചൈതന്യം കുടികൊള്ളുന്നത്. ഇവിടെ ഒരു കുടുംബദേവത എന്നുള്ള കണക്കിലല്ല ഈ ഭഗവതി ഈ ദേശത്തുള്ള എല്ലാവർക്കും വളരെയധികം അനുഗ്രഹം ഉള്ള അനുഭവം സത്യങ്ങളുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഈ ദേവീകല ഇവിടെ കുടികൊള്ളുന്നത്.